ഇത്ര നാളും ഞാൻ അവര് നല്ലൊരു കുട്ടിയായിട്ടാ കണ്ടിരുന്നത്. അവനെ കൊണ്ട് ഞാൻ ഈ മഹാമാരിയുടെ വേഷങ്ങളൊക്കെ ധരിപ്പിച്ച് ഒരുപാട് നാളെ ഞാൻ നല്ലോണം സന്തോഷിച്ചിരുന്നല്ലോ. ഇല്ല ഇല്ല, ഈ മഹാന്മാരെ എല്ലാം ഞാൻ അപമാനിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ഫോട്ടോ വേണ്ട, ഇവന്റെ ഫോട്ടോ ഇനി ഇവിടെ വേണ്ട വേണ്ട. എനിക്ക് ഇനി ഇതൊന്നും കാണണ്ട. പോ, പുറത്തു പോ. എന്താ ചേട്ടാ, അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ഞങ്ങളെ ക്ഷണിക്കാൻ വന്നതാ? അല്ല മോളെ, പൂജ ചെയ്യേണ്ട ദൈവത്തെ ഇങ്ങനെ വലിച്ചെറിയണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാ. നീ ഒന്നും പറയണ്ട. സ്വന്തം ഭാര്യ ചതിക്കുന്നവനെ എങ്ങനെയാണ് ദൈവം എന്ന് പറയുന്നത്? ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ മുത്തശ്ശി. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന അവൻ ദൈവമല്ലേ മുത്തശ്ശി? കല്യാണിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ചല്ലാതെ അവരുടെ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അറിയില്ലല്ലോ. നിനക്ക് നടത്തിയ ഓപ്പറേഷന് വെറും 25,000 രൂപയെ ചെലവുള്ളെന്നാണ് നീ കരുതിയേ. എന്നാൽ 10 ലക്ഷം രൂപ അതിന്റെ ചെലവ്. അതിനുള്ള പണം എവിടുന്നാ ഉണ്ടായെന്നറിയോ നിങ്ങൾക്ക്? ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ പണക്കാരി പെണ്ണിന്റെ ഭർത്താവായി ആ വീട്ടിലെ മരുമകനായി സുഖിച്ച് ജീവിക്കുകയല്ല അവൻ. അഭിനയിച്ചുകൊണ്ടിരിക്കുക. കൊലക്കേസിൽ പ്രതിയായി പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോ എന്നെ രക്ഷിക്കൂന്നല്ല അവൻ പറഞ്ഞത്. കല്യാണിയെ നീ നോക്കിക്കോണം. ചേട്ടാ, എനിക്ക് അദ്ദേഹത്തെ കാണുന്നു. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട മോളെ. എത്രയോ കുറ്റവാളികളെ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ ഒന്നും ചെയ്യാത്ത എന്റെ കൂട്ടുകാരനെ ഞാൻ രക്ഷിക്കില്ലേ? നീ ധൈര്യമായിട്ടിരിക്കും മോളെ. ആ, ഞാൻ ആരാണെന്നറിയാവോ? ജെയിംസ് ബോണ്ട്. ഇവിടെ കുറ്റം തെളിയിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിരുന്നല്ലോ, അതെന്തിയേ? അതാരാടാ എടുത്തത്? കുറ്റം തെളിയിക്കാനുള്ള വെള്ളം അറിയാതെ പപ്പ എടുത്ത് കുളിച്ചു സാർ. എന്താ പപ്പ ഇപ്പൊ കുളിക്കാനൊക്കെ തുടങ്ങിയോ? ഐ വാണ്ട് വാട്ടർ ഇമ്മീഡിയറ്റ്ലി. ഓൾറെഡി ഞാൻ കുളിച്ചിട്ടാ വന്നിരിക്കുന്നത്. റെഡി ബോസ്. ഈ ടവലും സോപ്പ് എന്തിനാടാ? അവനെ കുളിപ്പിക്കാനാ സാർ. ഒഴിക്ക, എന്റെ തലയിലോട്ട് ഒഴിക്ക്. നോക്ക്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം ഇപ്പൊ പറയണം. റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ടത് ആരാണ്? ബ്രില്യന്റ് ക്വസ്റ്റ്യൻ ബോസ്. സോറി. ഇനി പറയൂ, റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നത് ആരാണ്? മരിച്ചതിന്റെ ഭാര്യ. അപ്പോ രമ്യ ആരാ? ഉയർത്തെഴുന്നേറ്റ ഭാര്യ. ശരി, ഗർഭിണിയായ കല്യാണി ആരാണ്? പ്രസവിക്കാൻ പോകുന്ന എന്റെ ഭാര്യ. കൺഫ്യൂഷൻ ചെയ്യുകയാണ് ബോസ്. അവൻ എന്നെ കൺഫ്യൂഷൻ ആക്കിയതല്ല, ഞാൻ തന്നെ ആയതാണ്. ബ്രില്യന്റ് ബോസ്. യു ആർ റിയലി ബ്രില്യന്റ് ബോസ്. എന്നാ തല തുടക്കേ. ഓക്കെ ബോസ്. കൺഫ്യൂഷൻ ആക്കാതെ മറുപടി പറയണം. കൺഫ്യൂഷൻ ആക്കുന്ന നിങ്ങളാ. എങ്കിൽ മറുപടി നീ പറയണം. ആരാണ് ആ പെണ്ണ്? എന്റെ പെണ്ണ്. ആ പെണ്ണ് അതേത് പെണ്ണാ? എന്താ പറ. ദേ, എന്താ? എക്സ്ക്യൂസ് മീ, ബോണ്ട്. ഓ, നിന്റെ പേരും ബോണ്ട് എന്നാണോ? ഞാൻ പറഞ്ഞത് നിന്റെ പേരാ. ഐ ആം നോട്ട് ഓൺലി എ ബോണ്ട്, ജെയിംസ് ബോണ്ട്. എന്റെ കക്ഷിയെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നേ. നോ, ഐ ആം ബോണ്ട്. ബോണ്ടും അല്ല ബാൻഡും അല്ല, ഇതാ ബെയിൽ ഓർഡർ. അപ്പോഴേക്കും ബെയിൽ കിട്ടിയോ? ഞാനത് എപ്പോഴേ മേടിച്ചു. മുൻകൂർ ജാമ്യം. വാടാ ചങ്ങാതി. ഓക്കെ മിസ്റ്റർ ബാൻഡ്.